നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ശബരിമല വിഷയം അങ്ങ് കേന്ദ്രം ഏറ്റെടുത്തെന്ന് തോന്നുന്നു. ED FIRന്റെ കോപ്പി ആദ്യം ഈ പറയുന്നത് പോലെ റാന്നി കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അനുവദിച്ചില്ല. നേരെ ഹൈക്കോടതി പോകുന്നു. 2 FIRന്റെ കോപ്പി ഉൾപ്പെടെയുള്ള അന്വേഷണത്തിന് വേണം, സ്വതന്ത്രമായിട്ട് അന്വേഷണം വേണം എന്നൊക്കെ ED ആവശ്യപ്പെടുന്നു. നേരെ വാസുവിലേക്ക് വരികയാണ്. വാസുവിൻ്റെ ചോദ്യം ചെയ്യൽ, വാസു ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെ പുറത്തേക്ക് വരുന്നു. പക്ഷേ EDയുടെ ഈ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത് കേന്ദ്രത്തിലാണ്. ഒരുപക്ഷെ അമിത്ഷാ ഉൾപ്പെടെയുള്ള, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഒരുപക്ഷെ കേന്ദ്രം ഏറ്റെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, CPM-നെ വല്ലാണ്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. ഇത് വാസുവിൻ്റെ അറസ്റ്റ്, പത്മകുമാറിൻ്റെ അറസ്റ്റ്, പ്രശാന്തിൻ്റെ അറസ്റ്റ്, CPM നേതാക്കളുടെ വീഴ്ച, ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ശബരിമല ക്ഷേത്രത്തിന് നേർക്ക് പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതിന് പല കാരണങ്ങളുണ്ട്. തുടക്കത്തിൽ BJP വളരെ സൂക്ഷ്മതയോടെയാണ് ഈ വിഷയത്തെ സമീപിച്ചത്. കാരണം BJPയെ സംബന്ധിച്ച് 2019 ഒരു ഓർമ്മയുണ്ട്. 2018-19 കാലഘട്ടത്തിൽ കേരളത്തിൽ നടുക്കിയ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കൊള്ള, അത് വലിയ വിവാദങ്ങൾ ഉയർത്തി. തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങി. അന്ന് പക്ഷേ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തത് UDF ആണ്. അന്ന് വലിയ നേട്ടമാണ് UDF കൊയ്തെടുത്തത്. ഈ സ്വർണ്ണക്കൊള്ള, അന്ന് നടന്ന സ്വർണ്ണ തട്ടിപ്പ് വലിയ വിവാദങ്ങളിലൊക്കെ ഇടം പിടിച്ചു. ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി BJP അന്ന് കളത്തിലിറങ്ങിയിരുന്നു. സമാനമായ മറ്റൊരു അന്തരീക്ഷം കൂടി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒന്ന് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. പക്ഷേ അതിലൊക്കെ നേട്ടം കിട്ടിയത് UDFന്. അന്ന് പ്രതിഷേധ സമരങ്ങളിൽ മുൻനിരയിൽ നിന്നത് BJPയും NDAയും ഒക്കെയാണ്. അപ്പോൾ അതവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ എങ്ങനെ പ്രതിഷേധ സമരങ്ങളിലൂടെ മുന്നോട്ട് പോകണം, എങ്ങനെ BJPയിലേക്ക് എൻ്റെ നേട്ടം കൊണ്ടുവരണം, അക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ സംശയങ്ങൾ BJPക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളതിൽ ചില വ്യക്തത കാണുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചില നിർദ്ദേശങ്ങൾ. സുരേഷ് ഗോപി പറഞ്ഞു, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഉറപ്പിക്കണമെന്ന്. ഇതിന് തൊട്ടു പിന്നാലെ BJP ഇപ്പോൾ ഒരു ഒപ്പുശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഭയാനകമായ ചില കാര്യങ്ങൾ CPM-ൻ്റെ മനസ്സിലുണ്ട്. അതിലൊന്ന്, കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ സംരക്ഷണവും ആ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിലും കേന്ദ്ര സർക്കാരിന് കൂടി പങ്കാളിത്തം ഉറപ്പിക്കുന്ന ഒരു ബില്ലാണ്. കാരണം കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലവിധ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട വലിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ വലിയ കൊള്ള നടക്കുന്നു. തിരുപ്പതിയിൽ നമ്മൾ കേട്ടു. രാജ്യത്തെ മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കൂടി ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഒരു നിയന്ത്രണം വേണം എന്നവർ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബില്ല് പാസ്സാക്കാനൊന്നും കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടില്ല. ആ സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് ഒരു സമ്മർദ്ദം കൂടി കൊടുക്കുക, അതാണ് BJP കേരള ഘടകത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ BJP കേന്ദ്ര സർക്കാരിനൊരു കത്തെഴുതി കഴിഞ്ഞു. ശബരിമലയെ കൈവിടരുത് എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്രം കുറച്ചുകൂടി താല്പര്യമെടുക്കണം, കേന്ദ്രം ഇതിൽ സജീവമായി ഇടപെടണം. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കോർട്ടിലേക്ക് ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങൾ എത്തുന്നു. ഇവിടെ വേണം നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നുവരവ് കൂട്ടി വായിക്കാൻ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അവർ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇക്കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളുടെ FIR. ഒന്ന് കട്ടിളപ്പാളി സ്വർണ്ണക്കൊള്ള, മറ്റൊന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി. അപ്പോൾ ഈ 2 കേസുകളുടെ FIR വേണമെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിക്ക് പരിമിതികളുണ്ട്. റാന്നി മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത്, ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണ്. ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.
കേരള സർക്കാർ, ഹൈക്കോടതി സംയുക്തമായി രൂപം കൊടുത്ത ഒരു ഏജൻസി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മറ്റൊരു ഏജൻസിയെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപേക്ഷ തള്ളിയത്. പക്ഷേ അവരിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതിക്ക് മുൻപാകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണി ഇടപാടുകൾ നടന്നു എന്നവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഒരു മാസമായി സമാന്തരമായി ചില രഹസ്യാന്വേഷണങ്ങൾ തുടരുകയായിരുന്നു. അപ്പോൾ അവർക്ക് അതിനിർണായകമായ ചില വിവരങ്ങൾ വീണ്ടും കിട്ടി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുത്താൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ കള്ളപ്പണി ഇടപാടുകളെക്കുറിച്ച് ഏതെങ്കിലും തലത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞാൽ മറ്റൊരു തലത്തിലേക്ക് ഈ കേസ് കടക്കും. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ നിന്ന് CBI ഈ കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ കുറിക്കുന്നു ഒന്നും നടക്കുകയില്ല. കാരണം 2019 അനുഭവം വെച്ചിട്ടാണ്. 2018-19 കാലഘട്ടത്തിൽ അന്ന് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കള്ളക്കടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂട്ടത്തോടെ വന്നിട്ട് എന്തായി? അതൊക്കെ സെറ്റിൽ ചെയ്യാൻ നമ്മുടെ പിണറായി വിജയൻ അറിയാം. കേരളത്തിലെ പിണറായി വിജയൻ്റെ അടുക്കൽ അതൊന്നും ചിലവാകില്ല, അതൊക്കെ അങ്ങ് ഡൽഹിയിൽ പോയി സെറ്റിൽ ചെയ്യും എന്ന് പറയും. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം നിലനിന്ന കാലഘട്ടമല്ല ഇത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തിപരമായ താല്പര്യം ഇതിലെടുത്തിരിക്കുന്നു. മറുവശത്ത് തൃശ്ശൂരിലൊരു സുരേഷ് ഗോപി നിൽപ്പുണ്ട്. രണ്ടു പേർക്കും ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഒന്ന്. രണ്ട്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ച് വളരെ രാഷ്ട്രീയമായി നേട്ടം കൊയ്യാനുള്ള ഒരു അവസരമാണ്. ശബരിമലയുടെ കാര്യത്തിൽ BJP ഒരു ശക്തമായ നിലപാടെടുത്താൽ അതിൻ്റെ രാഷ്ട്രീയ ഗുണം അവർക്ക് ലഭിക്കുക കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും അവർക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ദക്ഷിണേന്ത്യയിൽ വലിയ ചലനങ്ങൾക്ക് സാധ്യമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ. അതിൻ്റെ തുടർച്ചയായി ക്ഷേത്ര ബിൽ അവതരിപ്പിക്കുമ്പോൾ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ പ്രധാന ക്ഷേത്രങ്ങളെ ഈ ബില്ലിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനും കഴിയും. അപ്പോൾ വളരെ സമർത്ഥമായ തലത്തിലാണ് BJP ഇപ്പോൾ ഈ ശബരിമല വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് CPMനെ ഇപ്പോൾ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിരിക്കുന്നത്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്ന് പൊതുവെ കണക്ക് കൂട്ടുന്നു. ഇത് വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുമെന്ന് CPMന് അറിയാം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നൊരു ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ച് പുറത്തു പോയപ്പോൾ ഈ കാരണമാണ് പറഞ്ഞത്. N. വാസു വ്യക്തമായ മൊഴി അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്നു. വാസു പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല, ബോർഡ് ഒന്നടങ്കം എടുത്ത തീരുമാനമാണ്. ഞാൻ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്നപ്പോൾ അന്ന് ദേവസ്വം ബോർഡാണ് തീരുമാനമെടുത്തത്. ബോർഡിൻ്റെ പ്രസിഡന്റ് A. പത്മകുമാറാണ്. അപ്പോൾ പത്മകുമാറിനെ N. വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തേ തീരൂ. പല ബോർഡ് അംഗങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുകയും ഈ ബോർഡിൽ അന്ന് സന്നിഹിതരായിരുന്നവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഹൈക്കോടതി ഈ കേസ് വളരെ സമഗ്രമായി നിരീക്ഷിക്കുന്നത് കൊണ്ട് അന്വേഷണ സംഘത്തിന് അതിൽ നിന്ന് തടിയൂരാൻ കഴിയില്ല. പക്ഷേ അവർക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ഒരു വിധത്തിൽ സാധിക്കും. പക്ഷേ അതിലും വല്ലാത്ത പ്രതിസന്ധികളുണ്ട്. കാരണം ഹൈക്കോടതി അടുത്ത ആഴ്ച വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. എപ്പോഴും ഹൈക്കോടതി ഈ കേസിൽ സമയപരിധി നിശ്ചയിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് വേണം എന്നൊക്കെ വളരെ കണിശമായി ആവശ്യപ്പെടുന്ന ഹൈക്കോടതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഒരു മാസം ഇനി അടുത്ത അറസ്റ്റിന് അവധിയൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ പത്മകുമാറും പ്രശാന്തും അറസ്റ്റിലായാൽ അവരിൽ തന്നെ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കില്ല. അന്വേഷണ സംഘം വേണ്ട വിധം ചോദ്യം ചെയ്താൽ മറ്റ് ചില ഉന്നത CPM നേതാക്കൾ കൂടി നിലംപൊത്തും. അപ്പോൾ ഈ അവസരം സമർത്ഥമായി BJPക്ക് ഉപയോഗിക്കാം, കേന്ദ്ര സർക്കാരിന് ഉപയോഗിക്കാം. അതൊരു വല്ലാത്ത തലത്തിലേക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതിനിടയിൽ വാസു പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്, പറയുന്നില്ല. പുറത്ത് SITയുമായിട്ട് അധികം ഒന്ന് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് സൂചനകൾ. ഇതിനിടയിൽ കടകംപള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, വാസു അങ്ങനെ ചെയ്യില്ല, ഈ പറഞ്ഞതുപോലെ തെറ്റ് പറ്റിയതാണ്, അല്ലെങ്കിൽ നേരാമണ്ണം നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ.
അദ്ദേഹം പാവമാണ് എന്നുള്ള തരത്തിൽ കടകംപള്ളി ഞാൻ ചേർത്ത് നിർത്തും എന്ന് കടകംപള്ളി പറയുന്നു. ഒരുപക്ഷെ വാസുവിൻ്റെ ഇതിനിടയിൽ വാസുവിനെ പോയി കണ്ടു എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കടകംപള്ളി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് വാസുവിൽ നിന്ന് പലതും പുറത്തു വരാതിരിക്കാനുള്ള നേരത്തെയുള്ള ഒരു നീക്കമല്ലേ അത്? അല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വാസു പാവാട എന്നുള്ള ഒരു പ്രയോഗം വളരെ ശക്തമായിരിക്കുന്നു. കടകംപള്ളിയുടെ ഈ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം അതും പരിഹാസത്തിന് ഇടവരുത്തുന്നു. വാസുവിനാണ് ആകെ അൽഷിമേഴ്സാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ബോർഡിനെക്കുറിച്ചും പത്മകുമാറിനെക്കുറിച്ചും ഒക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ വാസു ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലെന്നാണ് കേൾക്കുന്നത്. കാരണം വാസുവിനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വാസു അൽഷിമേഴ്സ് ബാധിച്ച് ഇപ്പോൾ സബ് ജയിലിൽ കഴിയുന്നു. വാസുവിൻ്റെ ഒരു സ്ഥിതി പലരെയും ഭയപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് പത്മകുമാറിനെ, പ്രശാന്തിനെ. ആ ഭയം ഒരു പക്ഷേ കടകംപള്ളിയെയും ബാധിച്ചിരിക്കാം. കാരണം അക്കാലത്ത് മന്ത്രിയായിരുന്നു, ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി. കടകംപള്ളിയെ സംബന്ധിച്ച് ഓരോ ചെറുവിരലും ചലിക്കണമെങ്കിൽ കടകംപള്ളിയുടെ ഇടപെടലുകൾ ഉണ്ടാകണം. വാസുവിനെന്ന് കടകംപള്ളിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. വാസു AKG സെൻറ്ററിലെ ഒരു വലിയ സന്ദർശകനായിരുന്നു, CPMൻ്റെ പെറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു ദുർഘടഘട്ടത്തിൽ വാസുവിനെ CPM രക്ഷിച്ചില്ല എന്ന ധ്വനി സാക്ഷാൽ കടകംപള്ളിയുടെ വാക്കുകളിലുണ്ട്. കാരണം കടകംപള്ളി ഇപ്പോൾ മന്ത്രിസഭയിലില്ല, ഭരണത്തിലില്ല. പിണറായി വിജയനുമായി ശിവൻകുട്ടിയുടെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാലഘട്ടമാണ്. അപ്പോൾ വാസുവിനെ പാർട്ടി സംരക്ഷിച്ചില്ല എന്ന പരിദേവനം മറ്റുള്ളവരെ പോലെ കടകംപള്ളിക്കുമുണ്ടാകും. കടകംപള്ളിക്ക് ഇത്തിരി കൂടുതൽ, കാരണം ആ പഴയ മന്ത്രിയായിരുന്നത് കൊണ്ട് എന്തെങ്കിലും തന്നിലേക്ക് വരുമോ എന്ന ഭയം കടകംപള്ളിയെ സ്വാഭാവികമായി പിടികൂടും. പക്ഷേ ഇതിൽ അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ നമ്മൾ ഇവിടെ കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്രത്തിനു കൂടി ലഭിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിനെ തടയിടാൻ ഇവിടെയുള്ള പാർട്ടിക്കാർക്ക് കഴിയില്ല. പണ്ടൊക്കെ വിശ്വാസത്തെയും ക്ഷേത്ര ആചാരങ്ങളെയും ഒക്കെ പരിഹസിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ക്ഷേത്രത്തിന് വേണ്ടി നിൽക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയാണല്ലോ ഈ വലിയ വെടിക്കെട്ടിൽ അവർ ചെന്ന് വീണത്. ഒടുവിൽ വാസുവിനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കേണ്ടി വന്നു ഈ സർക്കാരിന്, പാർട്ടിക്ക്. ഇനി എത്രയെത്ര നേതാക്കൾ അവിടെ നിലംപൊത്തും എന്ന ഭയമുണ്ട്. മറുവശത്ത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ശക്തമായ തലത്തിൽ എത്തി നിൽക്കുന്നു. ഗോദയിലിറങ്ങിയ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ ഗ്രഹസന്ദർശനം നടത്തുമ്പോൾ അടപടലം വെട്ടിലായിരിക്കുകയാണ്. കാരണം അയ്യപ്പ വിശ്വാസികൾ അവരെ വല്ലാതെ ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ള അത്രയധികം ബാധിച്ചിരിക്കുന്നു ജനങ്ങളെ. BJPയും UDFും വളരെ ശക്തമായ പ്രചരണം മറുവശത്ത് നടത്തുകയാണ്. വൃശ്ചികം 1 കോൺഗ്രസ് വലിയ പ്രതിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. BJP എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു ലഘുലേഖ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ശബരിമലയിലെ CPM അതിക്രമങ്ങൾ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ലഘുലേഖയാണ് BJP തയ്യാറാക്കുന്നത്. ഒന്ന്, ശബരിമല യുവതി പ്രവേശനം മുതൽ ഇന്ന് വരെയുള്ള പമ്പയിൽ നടത്തിയ മറ്റ് CPMൻ്റെ കൊള്ളകൾ, അന്ന് പമ്പ നദിയിൽ നിന്ന് മണൽവാരൽ അടക്കമുള്ള ധാരാളം വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കി വലിയ വിശാല തലത്തിൽ ഒരു ലഘുലേഖ തയ്യാറാക്കുന്നു. അപ്പോൾ BJPയും UDFും ശബരിമല തന്നെ ഇത്തവണ തങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയമാക്കി മാറ്റുകയാണ്. ഇതിൻ്റെ നേട്ടം ആർക്ക് ലഭിക്കും എന്ന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയൂ. ചില സ്ഥലങ്ങളിലൊക്കെ നേർക്കുനേർ NDA മുന്നണിയും LDFും തമ്മിൽ കോർക്കുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ. അവിടെയൊക്കെ ഒരുപക്ഷെ BJPക്ക് ഒരു കട്ടിംഗ് എഡ്ജ് കിട്ടാനുള്ള സാധ്യത ഇത് മൂലമുണ്ട്. ശബരിമല വിഷയം ഇതുവരെ നമ്മൾ അതിൻ്റെ കേസിൻ്റെ തലത്തിൽ ആരൊക്കെ അറസ്റ്റിലാവും എന്ന ചർച്ചകളിൽ CPMൻ്റെ ഉന്നതങ്ങളിൽ വിറപൂണ്ട് നിൽക്കുന്നവരെക്കുറിച്ചുള്ള രേഖാചിത്രങ്ങൾ, അവരിൽ ആരൊക്കെ വീഴും എന്നുള്ള കണക്കുകൂട്ടലുകൾ, ആ തലത്തിൽ നിന്നും ഇതൊരു ദേശീയ തലത്തിലേക്ക് ഇപ്പോൾ ഈ സംഭവം മാറിയിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കള്ളപ്പണത്തിൻ്റെ ഖജനാവ് അതിപ്പോൾ മലർക്കെ തുറക്കും എന്നതിൽ സംശയം വേണ്ട. ആ ഖജനാവ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ED ഉദ്യോഗസ്ഥർക്കറിയാം. കേരളത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് ആ സന്ദേശം എത്താൻ ഇനി ഒരുപക്ഷെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം മതിയാകും. CPMന് ഇത് ഏറ്റവും കടുത്ത ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. BJP പ്രവർത്തകർക്ക് ഇപ്പോൾ ഇരട്ടി എൻജിൻ ഊർജം കിട്ടി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ ആ തെരഞ്ഞെടുപ്പ് വിജയം. ബീഹാറിൽ നേരത്തെ ത്രിപുരയിൽ ചെറിയ ഒരു കരിന്തിരി ഉണ്ടായിരുന്നു ഈ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ സംവിധാനങ്ങൾക്ക്. ആ കരിന്തിരിയൊക്കെ നേരത്തെ ത്രിപുരയിൽ കൊട്ടി അവസാനിപ്പിച്ചു. ബംഗാളിൽ നിന്ന് എന്നെ ആട്ടിപ്പായിച്ചതാണ്. പക്ഷെ അപ്പോഴും ബീഹാറിൻ്റെ ചില തുരുത്തുകൾ, ബീഹാറിനും ബംഗാളിനും ഇടയിലുള്ള പ്രത്യേക മേഖലകൾ
വളരെ ശക്തമായി ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലയാണ് എന്ന് കണക്കുകൂട്ടിയിരുന്നു. 2000-ലെ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിൽ നിന്ന് അവർക്ക് ഏകദേശം 16ഓളം സീറ്റുകൾ കൊയ്തെടുക്കാൻ പോലും കഴിഞ്ഞിരുന്നു. അവിടെയൊക്കെ തൂത്തുവാരിയ NDA ആണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ബംഗാളിലെ മമത പോലും വിറച്ചു. കാരണം മമതയുടെ അതിർത്തി പ്രദേശങ്ങളാണ് NDA മാന്തിയെടുത്തത്. അതും ഇടതുപക്ഷ കോട്ടയെന്ന് എല്ലാ കാലത്തും അവർ പ്രഖ്യാപിച്ച് തങ്ങളുടെ ഉള്ളംകൈയിൽ കൊണ്ടു നടന്ന മണ്ഡലങ്ങൾ. ബംഗാൾ മമത കൈപ്പിടിയിൽ ഒതുക്കിയപ്പോഴും ഈ ബീഹാറിൻ്റെയും ബംഗാളിൻ്റെയും ഒക്കെ അതിർത്തി പ്രദേശങ്ങൾ ഭദ്രമെന്നായിരുന്നു ഈ ഇടതുപക്ഷ നേതാക്കളുടെ ആഹ്വാനം. ആ ആവേശം കേരളത്തിലേക്കും കടന്നു വരുന്നത്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകർക്ക്, BJPയുടെ നേതാക്കൾക്ക് ഇത് ഇരട്ടി ഊർജം പകരുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് തന്നെ അവർ ശബരിമല വിഷയത്തിൽ ഇനി വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കും എന്നതിൽ സംശയം വേണ്ട. അതെ, നാളെ മണ്ഡലകാലം വരെ തുടരുകയാണ്. അപ്പോൾ ആ ഒരു അയ്യപ്പൻ്റെ വിശ്വാസം മാത്രമല്ല, ഒരു എനർജി എന്താണെന്നുള്ള ഒരുപക്ഷെ CPM നേതാക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, AKG സെൻറ്റർ അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പുകഞ്ഞ് കത്തുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിനെ വളരെയധികം സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ തന്നെ BJPയിലോട്ട് മറിയാനും സാധ്യത. ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ K. ജയകുമാറിനെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. K. ജയകുമാർ അങ്ങ് BJPയുടെ ദേശീയ സംവിധാനവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ശിഷ്യനാണ്. അത് CPMനൊക്കെ ഒരു ഭയമുണ്ട്. കാരണം ജയകുമാറിൻ്റെ കയ്യിലേക്കാണ് ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ റെക്കോർഡുകളും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും CBIക്കും ഒക്കെ ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇതൊക്കെ ജയകുമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൊടുക്കാൻ ഇനി അധികം കാലതാമസം വേണ്ട. വല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻഷിപ്പൊക്കെ K. ജയകുമാറിനൊന്ന് ഓഫർ കൊടുത്താൽ മതി, എന്തും ചെയ്യും. കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. ഏതായാലും അയ്യപ്പൻ്റെ ഒരു പ്രഭാവം വല്ലാണ്ട് ഇപ്പോൾ AKG സെൻറ്ററിൽ പരക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. ഏതായാലും CPM പുകഞ്ഞ് കത്തുക തന്നെയാണ്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.